വറുതിയുടെ തീരത്ത് പൊടുന്നനെയുണ്ടായ ചാകര സാധാരണക്കാരന് ആശ്വാസമായി. ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു. കിലോയ്ക്ക് 400 മുകളിൽ കടന്ന മത്തിവില 200-ൽ എത്തി. നെത്തോലിക്ക് 50 മുതൽ 100 രൂപയെ വരെയായി. കിളിമീൻ 160-നും വാങ്ങാം. 300 രൂപയിലായിരുന്ന അയലയ്ക്ക് 230 രൂപയുമായി. 1000-ന് മുകളിൽ പോയ അയക്കൂറ 700-ലേക്ക് വീണു. മത്തി, അയല, ചെമ്മീൻ, അയക്കൂറ, നെത്തോലി തുടങ്ങിയ മീനുകളാണ് ഹാർബറുകളിൽ കൂടുതൽ എത്തുന്നത്. 2 മാസത്തോളം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധന കാലത്ത് ചെറുവള്ളങ്ങൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത്. ഈ സമയങ്ങളിൽ എത്തിക്കുന്ന മത്തിക്ക് 400 രൂപയിൽ അധികം വിലയായത് സാധാരണക്കാർക്ക് തിരിച്ചടിയായിരുന്നു. മത്തി ആവശ്യത്തിന് കിട്ടാനില്ലാത്തതും വില വർധനയ്ക്ക് കാരണമായി. അമേരിക്കയിലേക്കും ജപ്പാനിലേക്കുമുള്ള കയറ്റുമതി കുറഞ്ഞതോടെ വില കുത്തനെ താഴേക്ക് പോയ ചെമ്മീൻ വില അല്പം ഉയർന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി. കഴിഞ്ഞ 2 ദിവസമായി ചെമ്മീൻ കിട്ടാത്തതോടെ വില ഉയർന്നിട്ടുണ്ട്. സാധാരണ കിലോയ്ക്ക് 300 രൂപ മുതൽ 400 രൂപ വരെ ലഭിച്ചിരുന്ന ചെമ്മീന് 90 രൂപയിലായിരുന്നത് അല്പം ഉയർന്ന് 100-110-ലേക്ക് കടന്നിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ വരവ് വർദ്ധിച്ചതോടെ മായം കലർന്നവയും മാർക്കറ്റുകളിൽ സുലഭമാണ്. കൃത്യമായി ശീതീകരിക്കാത്തവയും വ്യാപകമായി രാസവസ്തുക്കൾ തളിക്കുന്നവയുമാണ്. ഇവ കഴിക്കുന്നത് മൂലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ലോറികളിൽ കൊണ്ടുവരുന്നതിന് പുറമെ ട്രെയിനിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മത്സ്യം കൊണ്ടുവരുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ആരോഗ്യത്തോടെ കഴിക്കുക. വിഷാംശം നിറഞ്ഞതും രാസവസ്തുക്കൾ അടങ്ങിയതുമായ മത്സ്യം കഴിയുന്നതും ഒഴിവാക്കുക. കഴിയുന്നതും പരിചയക്കാരിൽ നിന്നും മീൻ വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള രോഗങ്ങൾ. ഏവർക്കും നല്ലൊരു ആരോഗ്യം നേരുന്നു, ആശംസിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.